ഈ വീഡിയോയുടെ കണ്ടന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് പോലും ഇത് അവിശ്വസനീയമായി തോന്നും. പക്ഷേ ഞാനിത് വളരെ കാലം വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഈ സംഭവം. അതായത് പാകിസ്ഥാൻ ഫൈറ്ററായ J-17 അത് മറ്റുള്ള തേർഡ് വേൾഡ് രാജ്യങ്ങൾക്ക് വിൽക്കുന്നു. അതായത് 2025 വരെ, അതായത് ഞാൻ ഈ പറയുന്ന ദിവസം വരെ ഏകദേശം 4ഓളം രാജ്യങ്ങൾക്ക് ഈ എയർക്രാഫ്റ്റ് വിറ്റിട്ടുണ്ട്. മനസ്സിലാക്കുക, മ്യാൻമാർ, നൈജീരിയ, സുഡാൻ, പിന്നെ മറ്റൊരു രാജ്യം, ഇവർക്കിത് വിറ്റിട്ടുണ്ട്. പുതിയതായിട്ട് മറ്റു പല രാജ്യങ്ങളും, അതായത് സൗദി അറേബ്യ, ഇന്തോനേഷ്യ, ഇതേപോലെയുള്ള രാജ്യങ്ങൾ 2030 അതേപോലെ ബംഗ്ലാദേശ്, നമ്മുടെ അയൽവാസി, അവരും ഈ J-17 എയർക്രാഫ്റ്റ് വാങ്ങാൻ തത്വത്തിൽ അംഗീകരിച്ചു. അതായത് $1 ബില്യൺ ഡീലിംഗ് ആണ്. ഇതാണ് സംഭവം. കാരണം ഇത് പാകിസ്ഥാൻ മീഡിയയിലൊക്കെ നേരത്തെ ഇത് വാർത്ത വന്നു. ആ സമയത്തൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ചില അറബ് മീഡിയയിലും വന്നിട്ടുണ്ട്, ആ സമയത്തും വിശ്വസിച്ചില്ല. പിന്നീട് ആ വാർത്തയുടെ ക്ലിപ്പിങ്സ് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോഴും ഞാനിത് വിശ്വസിക്കില്ല, പ്രൊപ്പഗണ്ട വാർത്തയായിരിക്കും. പക്ഷേ ടെലഗ്രാഫ്, ബ്ലൂംബെർഗ്, അതേപോലെ ദ എക്കണോമിസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേണൽ, ഗ്ലോബലായിട്ടുള്ള ഗാർഡിയൻ, ഈ ഗ്ലോബലായിട്ടുള്ള പത്രങ്ങൾ, അതിനകത്തെ പത്രങ്ങളിലെ ഡിഫൻസ് റിപ്പോർട്ടേഴ്സ് മാത്രമല്ല, അതിനകത്തുള്ള ഡിഫൻസിന്റെ എക്സ്പേർട്ടുകളുണ്ട്. മനസ്സിലാക്കുക, ഇതിൽ വലിയ പേരും കൂടുതൽ ആൾക്കാരും ഈ ഡിഫൻസ് എക്സ്പേർട്ടുകൾ എന്ന് പറയുന്ന ഗ്ലോബലി ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പത്രങ്ങളിൽ എഴുതുന്നത്. അപ്പൊ അവരുടെയൊക്കെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അൽ ജസീറ വന്നപ്പോൾ പോലും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഈ പത്രങ്ങളിൽ കൂടി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം 2500-3000 വേർഡിന്റെ കാര്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങളാണ്, എന്താണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ, എന്തുകൊണ്ടാണ് ഇത് 4.5, അതായത് ആ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിന്റെ കാര്യം എന്ത്, അതായത് ഇതിനെ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യയുടെ റഫേലുമായിട്ടാണ്. ഫ്രഞ്ച് എയർക്രാഫ്റ്റ് റഫേലുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് വെപ്പൺസ് അഡ്വാൻസ്മെന്റ്, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ്, അത് റഫേലിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം, ഇത് ചൈനീസ് വെപ്പൺസ് ആണ് ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഈ എയർക്രാഫ്റ്റിന്റെ 58% പാകിസ്ഥാനിലാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഭയാനകമായ സംഭവം. പാകിസ്ഥാൻ ഇത് അച്ചീവ് ചെയ്തു. ഇന്ത്യക്ക് ഇന്നും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. തേജസ് നിങ്ങൾക്കറിയാം, അതായത് എയർഫോഴ്സിന്റെ മാത്രമാണ് ഏകദേശം 35ഓളം വാങ്ങിയത്. പക്ഷെ അതിനൊക്കെ വളരെ മുമ്പേ തന്നെ 2015 മുതൽ പാകിസ്ഥാൻ എയർഫോഴ്സിൽ അത് ഏകദേശം ഇത്രത്തോളം, അതായത് 2025 വരെ ഏകദേശം 150 പരം J-17 എയർക്രാഫ്റ്റുകൾ 4.5 ഫിഫ്ത്ത് ജനറേഷൻ, പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് AI ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് സക്സസ്ഫുള്ളി ഫ്ലൈ. ഈ വാക്കുകളാണ് ഈ പറയുന്ന എക്സ്പേർട്ടുകൾ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സത്യം പറഞ്ഞ് ഇന്ത്യ പുറകിലോട്ട് പോയോ മുൻപോട്ട് പോയോ എന്നുള്ളത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഇതൊക്കെ ഇതിന്റെ ഓരോ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും നിങ്ങൾ പാകിസ്ഥാൻ മീഡിയയും ഈ പറയുന്നവരും ആ പ്രൊപ്പഗണ്ട ഒന്നും വിശ്വസിക്കേണ്ട. പക്ഷെ ഗ്ലോബലായിട്ടുള്ള പല മിലിറ്ററി എക്സ്പേർട്ടുകൾ ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വിശ്വസിച്ചേ മതിയാവത്തുള്ളൂ. കാരണം ഇത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ റിട്ടയർ ആയ ഒരു എയർ മാർഷലുമായിട്ട് ചോദിച്ചു കഴിയുമ്പോൾ അദ്ദേഹം അത് കൺഫേം ചെയ്ത് പറഞ്ഞു, അവരുടെ കയ്യിൽ ഈ സാധനമുണ്ട്, അത് അഡ്വാൻസ്ഡ് ആണ്, അത് ചൈനീസ് ടെക്നോളജിയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടും കൂടെ പറയും. ഇത് എങ്ങനെയാണ് ഇവർ ഡെവലപ്പ് ചെയ്തത്, ഇതിനെപ്പറ്റി ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാം 1971 വാറിൽ ബേസിക്കലി ഇന്ത്യയുടെ
ഏറ്റവും ഗ്ലോറിയസ് ടൈമാണ്, ഗ്ലോറിയസ് വാറാണ്. നമ്മൾ വല്ലാത്ത രീതിയിൽ പാകിസ്ഥാനെ തകർത്തടിച്ച് ഉഗ്രക്കളഞ്ഞ അമേരിക്കൻ സപ്പോർട്ടും പാകിസ്ഥാന് കിട്ടിയിട്ട് പോലും. അപ്പം അതിൻ്റെ 50-ാം വാർഷികം നമ്മളിപ്പോഴും ആഘോഷിച്ചതേ ഉള്ളൂ. വളരെയധികം മലയാളികളും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അവരുടെ ഈ പറയുന്ന ജോയിൻ്റ് ആയിട്ട് പാകിസ്ഥാനും ചൈനയും കൂടെ ചേർന്ന് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത്, അതായത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് 1980-ലായിരുന്നു. പിന്നീട് നടക്കാതെ പോയി. കാരണം പാകിസ്ഥാൻ്റെ പണമില്ല. പിന്നെ ചൈന അതിന് ഫണ്ട് ചെയ്തു അവർ പല രീതിയിൽ ഓരോ F7 F8 എന്നൊക്കെ പറഞ്ഞ പല പ്രോജക്റ്റുകളും പല പ്രോട്ടോടൈപ്പ് സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതൊന്നും സക്സസ് ആയില്ല. അവസാനം 2005-ലാണ് ബേസിക്കലി ഇവർ സക്സസ് ആകാതിൻ്റെ പല കാര്യങ്ങളുണ്ട്. അതായത് ന്യൂക്ലിയർ ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ പാകിസ്ഥാൻ ചെയ്ത് കഴിയുമ്പോൾ അമേരിക്കൻ സാങ്ഷൻ വന്നു. അമേരിക്കൻ എക്യുപ്മെൻറ്റ്സ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് മറ്റു പല സാധനങ്ങളും, ഈ ഫൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട പല സാധനങ്ങളും. പിന്നീടത് ചൈനയും പാകിസ്ഥാനും കൂടെ ജോയിൻ്റ് ആയിട്ട് ഈ സാധനം, അതായത് J-70 എന്ന് പറഞ്ഞ സാധനം പല രീതിയിൽ ടെസ്റ്റ് ട്രയൽസ് അതും ഇതുമെല്ലാം നടത്തി ഇവരത് സക്സസ്ഫുള്ളി ട്രയൽസ് നടത്തി ഇത് ഡെവലപ്പ് ചെയ്തു. ഇതാണ് അതിൻ്റെ കാര്യം. അതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫിറ്റഡ് ചൈനയുടെ P-15 അതേപോലെ P-12 P-7 എയർ ടു എയർ മിസൈലാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 400 കിലോമീറ്റർ. ഇത് പെർഫോം ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിലും. അതേപോലെ തന്നെ ബാലാകോട്ട് ആക്രമണം കഴിഞ്ഞ് പാകിസ്ഥാനുമായിട്ട് തിരിച്ചടിച്ച സമയത്ത് ഇന്ത്യക്ക് ഏകദേശം 5ഓളം 4 പേരെ എയർഫോഴ്സ് ഓഫീസേഴ്സിനെ നഷ്ടപ്പെട്ടു. ആ സമയത്തും അവരിത് സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അഭിനന്ദൻ വർദ്ധാൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അന്ന് വിങ് കമാൻഡറായിരുന്നു. പിന്നീട് ഗ്രൂപ്പ് ക്യാപ്റ്റനായി അദ്ദേഹം മിഗ് ഫ്ലൈ ചെയ്ത് പാകിസ്ഥാൻ ടെറിട്ടറി 2 ദിവസം കഴിഞ്ഞ് പാകിസ്ഥാൻ അദ്ദേഹത്തെ തിരികെ തന്നു. അതായത് എനിമിയുമായിട്ട് എൻഗേജ് ചെയ്ത് ടെസ്റ്റ് ഫയർ സക്സസ്ഫുള്ളായി. ഇപ്പോഴിതിൻ്റെ പ്രാധാന്യം കയറി വരാൻ കാരണം എന്താണ്? അതാണ് ചോദ്യം. ഇതിൻ്റെ പ്രാധാന്യം ഉണ്ടാകാൻ കാരണം ഏകദേശം 4-5ഓളം രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ ഇത് വിറ്റ് കഴിഞ്ഞു. മറ്റുള്ള രാജ്യങ്ങൾ ഏകദേശം 10ഓളം രാജ്യങ്ങൾ വരാനുള്ള 2030 10-ൽ പരം രാജ്യങ്ങൾ പാകിസ്ഥാൻ്റേത് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങും, ഇൻക്ലൂഡിങ് ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, സൗദി അറേബ്യ. അപ്പോൾ തേർഡ് വേൾഡും അല്ല, മറ്റുള്ള രാജ്യങ്ങൾ കൂടി എൻഗേജ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പത്രങ്ങൾ പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് അത് ഇന്ത്യക്ക് ഭയപ്പെടുത്തുന്നൊരു സംഭവമാണ്. അതായത് 2035 ഏകദേശം ലോകത്തിലെ 20-25ഓളം രാജ്യങ്ങൾ പാകിസ്ഥാൻ്റെ J-17 ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങും. ഇതിൻ്റെ അകത്ത് ഒരു ചരിത്രം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് സുക്കോയ് 30 MK അത് ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, 2000 അതിന് മുമ്പ് നമ്മൾ വാങ്ങി. നമ്മളത് ജോയിൻ്റ് ആയിട്ട് പ്രൊഡക്ഷനുണ്ട്. പക്ഷേ ആ സമയത്ത് 2007 ചൈന സുക്കോയ് 35 എന്ന് പറഞ്ഞ സാധനം വാങ്ങി. ഏകദേശം 29 ഫ്ലൈറ്റുകൾ, എയർക്രാഫ്റ്റുകൾ. എന്നിട്ട് ഇതിൻ്റെ പ്രോട്ടോടൈപ്പായിട്ട് മുഴുവൻ അങ്ങ് കോപ്പി ചെയ്തു. ഈ കോപ്പി ചെയ്തിട്ട് ഇത് വെച്ചാണ് ഇവർ J-17 ഡെവലപ്പ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, റഷ്യൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. J-17 റഷ്യൻ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അത് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് അതവർ ഫോറിൻ മാർക്കറ്റിൽ കൊടുക്കുമ്പം ചൈന അതിന് ലൈസൻസ് കൊടുത്ത് നിങ്ങളത് വിറ്റോളാൻ. ഏറ്റവും വില കുറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റ് 5th ജനറേഷൻ്റെ AI ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇന്നത് ഇൻസ്റ്റാൾഡ് ആണ്. 400 കിലോമീറ്റർ റേഞ്ചിൽ വരെ പോകാവുന്ന മിസൈൽ ഫിറ്റഡ് ആണ്. മനസ്സിലാക്കുക, ഇന്ത്യയുടെ ഒറ്റ എയർക്രാഫ്റ്റ് ഫൈറ്ററിൻ്റെ അകത്തും 400 കിലോമീറ്റർ റേഞ്ച് ഉള്ള സാധനങ്ങൾ ഫിറ്റഡ് അല്ല. 2800 കിലോമീറ്റർ ഭാരം, അതായത് വെപ്പൺസ്, അതായത് പേലോഡ് ക്യാരി ചെയ്യാൻ പറ്റും ഈ എയർക്രാഫ്റ്റിന്. നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇതാണ് സ്ഥിതി. അതായത് തേർഡ് വേൾഡ് രാജ്യങ്ങൾ ഇത് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ തേജസ് ഡെവലപ്പ് ചെയ്യാൻ പോയി. നമ്മളത് സക്സസ് ആയില്ല എന്നുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൻ്റെ കാര്യം നമ്മൾ ആദ്യം ഇതിൻ്റെ കാരണം നമ്മുടെ ബ്യൂറോക്രസിയും മറ്റുള്ള സംഭവം എല്ലാം അത് കാരണം ഇന്ത്യക്ക് എന്താ ടാലൻ്റ് ഇല്ല ഉണ്ട്.
അതിനേക്കാളൊക്കെ എത്രയോ മുമ്പ് നമ്മൾ ഉണ്ടാക്കിയതാണ് HAL. അവരെ കൊണ്ട് സക്സസ് ആക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യ പണം മുടക്കിയിൽ ഹ്യൂജായിട്ട് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്ക് സക്സസ് റേറ്റ് 0. പാകിസ്ഥാൻ പട്ടിണി കിടന്നവർക്ക് പണമില്ല, ഒന്നുമില്ല. എന്നിട്ടും അവർ സക്സസ് റേറ്റ് 100% കൊണ്ടുവന്നു. അവരുടെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇന്ന് ലോകത്തിലെ തേർഡ് വേൾഡ് രാജ്യങ്ങൾ വാങ്ങുന്നു. അത് കഴിഞ്ഞ് ഇന്തോനേഷ്യ, സൗദി അറേബ്യ, ബംഗ്ലാദേശ് വാങ്ങുന്നു. നിങ്ങൾ ഇനിയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആരാണ് സക്സസ്ഫുൾ ആയത്? കാരണം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അത് വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. പാകിസ്ഥാൻ്റെ ഫോറിൻ കറൻസി, അതായത് ഫോറിൻ എക്സ്ചേഞ്ച്, ഇതിൻ്റെ അകത്ത്, കാരണം ഇവർക്ക് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് മറ്റുള്ള രാജ്യങ്ങളിൽ കൊടുക്കുമ്പോൾ ഹ്യൂജായിട്ട് ഡോളർ ആ രാജ്യത്ത് വരും. അവർക്ക് ഈ പറയുന്ന പോലെ IMFന്റെ ലോൺ ആവശ്യമില്ല എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഇതിൽ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലോപ്പ് ഷോ ആയിപ്പോയി. ഫ്ലോപ്പ് ഷോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു എഡ്ജും അഡ്വാൻറ്റേജും കിട്ടി. അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ഒരു രാജ്യം അത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. അത് ഈ പറയുന്ന കുറച്ചുകൂടെ കഴിയുമ്പോൾ, അതായത് 10-15 വർഷം കഴിയുമ്പോൾ, ലോകത്തെ വിവിധ രാജ്യങ്ങൾ, തേർഡ് വേൾഡ് രാജ്യങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും ചീപ്പായിട്ട്, അതായത് 25 മില്യൺ മുതൽ 30 മില്യനേ ഉള്ളൂ ഈ എയർക്രാഫ്റ്റിൻ്റെ വില. അതേസമയം വെസ്റ്റേൺ കൺട്രീസ്, അമേരിക്ക ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇന്ത്യ മേടിക്കുന്ന റഫേൽ ആണെങ്കിലും ഇതിനൊക്കെ വിലയെന്ന് പറയുന്ന 100 മില്യൻ്റെ മുകളിലാണ്. ഏകദേശം 700 കോടി 800 കോടിക്ക് മുകളിലാണ്. അപ്പം അവിടെയാണ് ഈ സന്ദർഭത്തിൽ ഈ പറയുന്ന 25 മുതൽ 30 മില്യണിൽ ഈ ഒരു എയർക്രാഫ്റ്റ് വിത്ത് ഇൻ്റഗ്രേറ്റഡ് വെപ്പൺസ്, അതായത് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള റഡാർ സിസ്റ്റം എല്ലാം വെല്ലായിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. കാരണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഈ ആർട്ടിക്കിൾസും കൂടെ വായിച്ച് നോക്കട്ടെ, ഞാൻ ഈ പറയുന്ന പത്രങ്ങളിൽ. അപ്പോഴാണ് നിങ്ങൾക്ക് പിടികിട്ടുന്ന പാകിസ്ഥാൻ എഡ്ജ് ഉണ്ടാക്കി. ഇതാണ് ഞാൻ പല വീഡിയോയിലും സിന്ധുവിന് ശേഷം പറഞ്ഞത്. നമ്മൾ ഈ കാണിക്കുന്ന അബദ്ധങ്ങളാണ് ഓരോന്നും. നമ്മളെപ്പറ്റി തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇത്രയും നല്ല ലോകത്തിലെ ഏറ്റവും നല്ല മാൻ പവർ ഉള്ള രാജ്യം, ഇവിടുത്തെ പണത്തിന് പ്രശ്നമുണ്ടോ? പക്ഷേ എന്തുകൊണ്ടാണ് നമുക്കൊരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉണ്ടാക്കി അത് മാനുഫാക്ചർ ചെയ്തിട്ട് ഈ പറയുന്ന തേർഡ് വേൾഡ് രാജ്യങ്ങൾക്ക് വിൽക്കാൻ കഴിയാഞ്ഞത് ചോദ്യമാണ്. അവിടെയാണ് പാകിസ്ഥാൻ വെൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ സാധനം ഡെവലപ്പ് ചെയ്ത് തേർഡ് വേൾഡ് രാജ്യങ്ങൾക്ക് അവരുടെ കുത്തകയായിട്ടങ്ങ് മാറ്റുകയാണ്. ഇതാണ് ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ സെറ്റ് ബാക്ക്. ഇതിനെ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് അതായത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. 21ാം നൂറ്റാണ്ട് ഡിജിറ്റൽ സമയത്തും AI ഉള്ള സമയത്ത് ചാണകത്തിൽ കൂടെ എങ്ങനെയാണ് അത് ക്യാൻസറിൻ്റെ മെഡിസിൻ ആക്കാൻ സാധിക്കുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 3.2 കോടി രൂപയാണ്. ഗോവയിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തേക്ക്. എന്തിനാണ് കൊടുത്തത്? അതായത് ചാണകം കൊണ്ട്, ഗോമൂത്രം കൊണ്ട് ക്യാൻസറിനെ ശുശ്രൂഷിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വരുന്നു. അതിൻ്റെ റിസർച്ച് ചെലവിന് ആകെ വന്നത് 1.25 കോടിയാണ്. ബാക്കി പണം ചെലവാക്കിയിരിക്കുന്നത് ട്രാവലിംഗ് എക്സ്പെൻസാണ്. അതാണ് പറഞ്ഞത്, നമുക്കിത് സെറ്റ് ബാക്കാണ്. കാരണം ചാണകവും ചാണകമൂത്രവും അല്ല ലോകത്തിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി, സയൻറ്റിഫിക് ടെമ്പർ തന്നെയാണ്. അത് ഈ പറയുന്ന പട്ടിണി കിടക്കുന്ന, ക്രൂഡ് ഓയിൽ മേടിക്കാൻ പണമില്ലാത്ത, അവിടുത്തെ ജനങ്ങൾക്ക് നേരെ ആഹാരം കൊടുക്കാൻ കഴിയാൻ പറ്റാത്ത രാജ്യം പാകിസ്ഥാൻ അത് ഡെവലപ്പ് ചെയ്തു. ഇന്ത്യ എന്ന് പറഞ്ഞ് 4ാമത്തെ ഏറ്റവും വലിയ എക്കോണമി എന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കുന്നു. നമുക്കിത് ചെയ്യാൻ പറ്റിയില്ല. അതായത് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ദുബായ് എയർ ഷോയിൽ നമുക്ക് വന്ന ഫ്ലോപ്പ്. അപ്പം അതിനെപ്പറ്റിയും അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. തെറ്റ് പറ്റാതെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിന് അനുയോജ്യമായി എന്തൊക്കെയാണ് തെറ്റ് പറ്റിയത് അത് ഫിക്സ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് രാജ്യദ്രോഹിയാകുന്നത്? ഇപ്പം യഥാർത്ഥ സത്യം നിങ്ങളുടെ മുമ്പിലാണ്, ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ഗ്ലോബൽ മീഡിയ പോലും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പറയുന്നില്ല. എല്ലാവരും താറടിച്ച് കാണിക്കുക. അതേസമയം ചൈനയും പാകിസ്ഥാനും ചേർന്ന് നടത്തിയ അവരുടെ പ്രോക്സിയായ പാകിസ്ഥാൻ, അതായത് മനസ്സിലാക്കുക, ചൈന ഇന്നും പാകിസ്ഥാന്റെ പ്രോക്സിയാണ്. പാകിസ്ഥാന്റെ പ്രോക്സിയാണ് ബംഗ്ലാദേശ്. അവരുടെ കയ്യിലോട്ട് വരെ എയർക്രാഫ്റ്റ് പോവുകയാണ്.
ഇനി നിങ്ങൾ അതിനെപ്പറ്റി കമ്പാരറ്റീവ് സ്റ്റഡി നടത്തണം. റഫേലും ഈ പറയുന്ന J-17 ഈ പറയുന്ന എയർക്രാഫ്റ്റുമായിട്ട് കമ്പാരറ്റീവ് സ്റ്റഡി നടക്കുമ്പം എനിക്ക് കിട്ടുന്ന ഒരു എൻ്റേതായിട്ടുള്ള അനാലിസിസ് എന്ന് പറയുന്നത് J-17 എഡ്ജ് ഉണ്ട്. കാരണം ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ട് AI ബേസ്ഡ് ആണ് അതിൻ്റെ റഡാർ സിസ്റ്റം. 400 കിലോമീറ്റർ കാരണം നോക്കാൻ പറ്റാത്ത ദൂരത്ത് ഇവ റഡാറിലെടുത്ത് അതിനെ ഫയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഒരു എയർക്രാഫ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. കണ്ണൂരിൽ നിന്നും ട്രിവാൻഡ്രത്തുള്ള ഒബ്ജക്റ്റിനെ എയറിൽ നിന്നും അതിനെ ഒബ്ജക്റ്റ് ചെയ്ത് ഹിറ്റ് ചെയ്യാൻ സാധിക്കും. അത് J-17 എയർക്രാഫ്റ്റിനുണ്ട്. ഈ പറയുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റഫേൽ വാങ്ങുമ്പോൾ അതിന് ഈ സാധനമില്ല. ഇതൊക്കെയാണ് കാരണം ഇന്ത്യയുടെ അകത്ത് പോലും വരാതെ അവർക്കത് ഹിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് എയർ എൻഗേജ്മെൻറ്റ്, ഏരിയൽ എൻഗേജ്മെൻറ്റ്. ഏതായാലും ഒരു കാര്യം പറയാം, ഇതൊരു സെറ്റ് ബാക്ക് തന്നെയാണ്. ഇവിടുന്ന് മടിച്ചു നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ മുന്നോട്ട് വന്ന് അതിനേക്കാളും വലിയ സംഭവങ്ങൾ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്യുന്നത്. ചില യൂട്യൂബേഴ്സ് ഇഡിയറ്റ്സ് ഒക്കെ പറയുന്നത് കേൾക്കും, ഇന്ത്യ ബങ്കർ ബസ്റ്റർ ബോംബോട്ട് ഉണ്ടാക്കി. ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടെങ്കിൽ ഇടാൻ സാധനം എന്ത് കൊണ്ട് ഇതിടും? എല്ലാം നോൺസെൻസും വിഡ്ഢിത്തരം മാത്രം പറയുകയാണ്. യഥാർത്ഥ ഇഷ്യൂ എന്തുവാന്ന് പറയുന്നില്ല. ഒരു കാര്യത്തിൽ തീർത്തും വീണ്ടും ഞാനത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുക. പാകിസ്ഥാൻ ഒരു എഡ്ജ് കിട്ടിയിട്ടുണ്ട് എയർഫോഴ്സിന്. ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്നത്, ഇന്ത്യൻ ആർമി എന്ന് പറയുന്നതും മൈറ്റി ഫോഴ്സ് ആണ്. ഗ്ലോബലായിട്ട് വെൽ റെക്കഗ്നൈസ്ഡ് ആയിരുന്നു. അതിന് കോട്ടം തട്ടിയിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം ഇതിനകത്ത് താപ്പോട്ട് പോകാനുള്ള ശ്രമിക്കേണ്ടത്. കാരണം നമുക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി മിസ്സായി. തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ മുഴുവനും പാകിസ്ഥാൻ ഫൈറ്റർ കയറി ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ ഒറ്റപ്പെടും. ഇന്ത്യയുടെ വെപ്പൺസ് ആണെങ്കിലും ഫൈറ്റർ എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിലെ എയർ വാർഫെയർ ആണ് ഇന്നും ഡോമിനേറ്റ് ചെയ്യുന്നത്. എയർ വാർഫെയർ ആര് പുറകിൽ പോകുന്നു ആ രാജ്യം തോൽവി വാങ്ങാൻ തയ്യാറായിക്കോണം. ആ ഫിലോസഫിയാണ് ഇന്നും പോകുന്നത്. ആ എഡ്ജ് പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ട് ചൈനയുടെ സഹായത്തോടു കൂടി. ഇതെല്ലാവരും മനസ്സിലാക്കിയിരുന്നാൽ നന്ന്. വെറുതെ തെറി വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. മുന്നോട്ട് പോകേണ്ട സമയത്ത് പുറകോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സയൻറ്റിഫിക് ടെമ്പറിലാണ് ഒരു രാജ്യം പോകേണ്ടത്, അല്ലാതെ ചാണകത്തിലും ഗോമൂത്രത്തിലും അല്ല. ഒരു രാജ്യം പോകുന്നതിൻ്റെ പ്രധാന തെളിവ് ടെററിസ്റ്റുകളെ മാത്രം സൃഷ്ടിച്ച് ലോക ശ്രദ്ധ നേടിയ പാകിസ്ഥാൻ ഇന്ന് ഫൈറ്റർ ജെറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറി. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ നിഷ്പ്രഭമാക്കി കളഞ്ഞു ഫൈറ്റർ ജെറ്റിൻ്റെ കാര്യത്തിൽ. ഇതൊരു പാഠം തന്നെയാണ് നമുക്ക്.